KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്. 3 കിലോ കഞ്ചാവുമായി യുവതി അറസ്റ്റിൽ. വിൽപ്പന നടത്തുന്ന ഇടനിലക്കാരനായ ഭർത്താവിനെയും പോലീസ് പിടികൂടി. ബീഹാർ സ്വദേശി 37 വയസ്സുള്ള സബീനയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ധൻബാദ് എക്സ്പ്രസിൽ നിന്നാണ് ബീഹാർ സ്വദേശിനിയായ സബീന എന്ന 37-കാരിയെ പിടികൂടുന്നത്. ട്രെയിനിലെ റിസർവ്ഡ് കോച്ചിലുണ്ടായിരുന്ന ഇവരുടെ കയ്യിലെ ട്രോളി ബാഗിൽ നിന്നാണ് 3 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഇവരെ പിടികൂടി പരിശോധിച്ചത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബീഹാറിൽ നിന്നും താൻ കഞ്ചാവ് എത്തിക്കുമെന്നും ഭർത്താവ് ഷംസീർ അലി എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുമെന്നും പറഞ്ഞത്. ഇതോടെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ഇവരുടെ ഭർത്താവ് ഷംസീർ അലിയെയും പിടികൂടുന്നത്. പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവരുടെ ലഹരി ഉപഭോക്താക്കൾ. പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. 10 വർഷത്തോളമായി കേരളത്തിലുള്ള ദമ്പതികൾ എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. സംഭവത്തിൽ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതികൾക്ക് മറ്റ് മാഫിയകളുമായി ബന്ധമുണ്ട് എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ കടത്ത് തടയുന്നതിനായി പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയതായി റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ KJ അറിയിച്ചു. ASI സുബൈദ, RPF ഉദ്യോഗസ്ഥരായ SI അപർണ, ASI സജി അഗസ്റ്റിൻ, ഉദ്യോഗസ്ഥരായ രജീഷ് മോഹൻദാസ്, സന്ദീപ്, ശരണ്യ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ 2nd ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്.